2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സംബന്ധിച്ചിടത്തോളം അവർ അധികാരത്തിൽ വന്നു. പക്ഷേ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയില്ലായിരുന്നു. സഖ്യകക്ഷി ഭരണം, NDA സഖ്യം ചേർത്തുകൊണ്ടുള്ള ഭരണമായിരുന്നു 2024 അവർക്ക് നേടാൻ സാധിച്ചത്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യമായിട്ട് അവർക്ക് 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായി മാറാൻ സാധിച്ചിരുന്നു. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം NDA ദുർബലപ്പെടുമെന്ന് കരുതിയിരുന്നിടത്ത് നിന്ന് കോൺഗ്രസിന് അട്ടിപ്പതറുകയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അട്ടിപ്പതറിയത് കോൺഗ്രസും ഇന്ത്യ സഖ്യവുമായിരുന്നു. അതേസമയം BJP NDAക്ക് വളരെ വലിയ തോതിലുള്ള വിജയങ്ങളായിരുന്നു മിക്ക നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്. അതിൽ കോൺഗ്രസ് ആയാലും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യമായാലും തകർന്നടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും സഖ്യം തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇനി 2029 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം നിലനിൽക്കുന്ന സന്ദർഭം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ, അതായത് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ 2029 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ അവർ നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് 2029 BJPക്ക് കിട്ടുന്ന, NDAക്ക് കിട്ടുന്ന വോട്ട് ശതമാനം, സീറ്റ് ഷെയർ എത്രയാണ്, അതേസമയം ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്നത് എത്രയാണ്, അതേഴ്സിന് കിട്ടുന്നത് എത്രയാണ് എന്നുള്ള കണക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ NDAക്ക് 47% വോട്ട് ശതമാനം കിട്ടുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് 41%, അതേഴ്സിന് 12%മാണ് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇനി സീറ്റ് ഷെയറിലേക്ക് വരുമ്പോഴത്തേക്കും NDA ഭരണം തുടരുമെന്നും 343 സീറ്റുകൾ അവർ നേടുമെന്നാണ് ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പറയുന്നത്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ 188 ഒതുങ്ങുമെന്നാണ്, 188 സീറ്റുകൾ നേടുമെന്നാണ് ഈ ഒരു സർവേ പറയുന്നത്. അതേഴ്സ് 12 സീറ്റുകൾ പറയുന്നു. ഇതിൽ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് അവർ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മാസങ്ങൾക്ക് മുന്നേ അവർ മറ്റൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് അടിസ്ഥാനത്തിലാക്കിയാണെങ്കിൽ 44% NDAക്ക് അവർ പറഞ്ഞിരിക്കുന്ന വോട്ട് ശതമാനം അന്ന് കൊടുത്തിരുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് 40%. സീറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അന്ന് 299 സീറ്റുകളായിരുന്നു NDAക്ക് കൊടുത്തിരുന്നത്. ഇന്ത്യ സഖ്യത്തിന് 232 സീറ്റുകളും കൊടുത്തിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ നടത്തിയ ഒരു സർവേ റിസൾട്ടിൽ വീണ്ടും NDAക്ക് വോട്ട് ശതമാനം ഉയർന്നു. കുത്തനെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വർധന, അതായത് 299 നിന്ന് 343 സീറ്റുകൾ നേടുമെന്ന് ഇപ്പോഴത്തെ സർവേയിൽ പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് അന്ന് 232 സീറ്റുകൾ കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 188 മാറിയിരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു കുത്തനെ എന്ന് എടുത്തു പറയേണ്ടി വരും. അതേഴ്സ് 12 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർവേയിൽ നിന്നും, 2 ഘട്ടമായി നടത്തിയ സർവേയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: NDA ഭരണം 2029 സംഭവിക്കുമെന്നും BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും 343+ സീറ്റുകൾ NDAക്ക് ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുമാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ എടുത്തു പറയാനുള്ളത്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP NDAക്ക് 293, ഇന്ത്യ സഖ്യത്തിന് 234, അതേഴ്സിന് 16 വോട്ട് ഷെയർ നോക്കുമ്പോഴത്തേക്കും 45% വോട്ട് ഷെയർ NDAക്കും 43% വോട്ട് ഷെയർ ഇന്ത്യ സഖ്യത്തിനുമായിരുന്നു. അതിൽ നിന്നും വളരെയധികം മുന്നിട്ട് 2029 വലിയ ഒരു മാറ്റം സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പറഞ്ഞിരിക്കുന്നത്. അതായത് BJPക്ക് തന്നെ അനുകൂല ഘടകമാകും, അല്ലെങ്കിൽ NDAക്ക് തന്നെ അനുകൂല ഘടകമാകും. ഇന്ത്യ സഖ്യം വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും അവർക്ക് ഭരണത്തിലെത്താൻ സാധിക്കത്തില്ല എന്നും തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് സീറ്റുകളുടെ കാര്യം തന്നെയാണ്. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ BJPക്ക് NDAക്ക് 2029 സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്നാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിനാണെങ്കിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഇടിവ് സംഭവിക്കുമെന്നും ഈ ഒരു സർവേ വ്യക്തമാക്കുന്നുണ്ട്. അതായത് 2029 മോദി ഭരണം വീണ്ടും സംഭവിക്കുമെന്നും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്ന തരത്തിലോട്ട് വീണ്ടും കാര്യം മാറുമെന്നും BJP ഭരണം, NDA ഭരണം വീണ്ടും വരുമെന്നും പ്രതിപക്ഷത്ത് കോൺഗ്രസിന് വീണ്ടും ഇരിക്കേണ്ടി വരുമെന്നും രാഹുൽ ഗാന്ധിക്ക് വീണ്ടും പ്രതിപക്ഷ നേതാവായി തന്നെ മാറേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് ഈ ഒരു സി വോട്ടർ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും 2024 സംഭവിച്ച പ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇന്ത്യ
സഖ്യ കൂട്ടായ്മ അത് 2029 ഫലപ്രദമാകത്തില്ല എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം തന്നെ പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സഖ്യത്തിൽ തന്നെ പല രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാകുന്നു. സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ തന്നെ ഈ സഖ്യം വിട്ടുകൊണ്ട് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പോക്ക് തീർച്ചയായിട്ടും 2029 എത്തുമ്പോഴത്തേക്കും എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിപ്പോൾ 2025 ഇനിയും വർഷങ്ങൾ ബാക്കി കിടക്കുന്നു. പക്ഷേ എങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർഭരണം വീണ്ടും കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സർവേ ഫലങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുമോ? BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീറ്റുകളുടെ കാര്യത്തിൽ 2029 വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം 2024 സംഭവിച്ച ആ ഒരു കുറവ് മാറ്റിക്കൊണ്ട് 2029 വലിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ? ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തിരിച്ചടിയാണോ 2029 തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.